What is the method of wage payment when the period of work is considered? Options നോക്കാം. A. Piece rate system. B. Standard rate system. C. Quantity rate system. D. Time rate system. Answer is option D. Time rate system. നമ്മൾ ജോലിയുടെ കാലയളവിനനുസരിച്ച് കൊടുക്കുന്ന ആ വേജ് പേയ്മെന്റ് സിസ്റ്റത്തിനെ അല്ലെങ്കിൽ ആ രീതിയെ എന്താണ് പറയുന്നത്? അതായത് നമ്മൾ ജോലി എത്രത്തോളം എടുത്ത് ആ ഒരു ജോലി ചെയ്ത് തീർക്കാൻ എടുത്ത സമയത്തിനനുസരിച്ച് നമ്മൾ വേജ് കൊടുക്കും അല്ലെങ്കിൽ സാലറി കൊടുക്കും. അതിന് എന്താണ് പറയുന്നത്? അതാണ് എന്ത്? ടൈം റേറ്റ് സിസ്റ്റം. നമുക്കറിയാം രണ്ട് തരത്തിലുള്ള വേജ് പേയ്മെന്റ് മെത്തേഡ് ആണുള്ളത്. പീസ് റേറ്റ് സിസ്റ്റം എന്നും ടൈം റേറ്റ് സിസ്റ്റം. പേരിൽ തന്നെ ഉണ്ട്. എന്താണ് പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്? അവർ എത്രത്തോളം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തു. ഇപ്പം നമ്മളുടെ ഒരു ബിസിനസ് എന്ന് പറയുന്നത് സോപ്പ് പ്രൊഡക്ഷൻ ആണെന്ന് വിചാരിച്ചു. അപ്പൊ എത്ര സോപ്പ് ഉണ്ടാക്കി അതിനനുസരിച്ചായിരിക്കും. ഇപ്പൊ 100 യൂണിറ്റ് സോപ്പ് ഉണ്ടാക്കി എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടായിരിക്കും അവർക്ക് എന്ത് കൊടുക്കുന്നത്? വേജ് കൊടുക്കുന്നത്. അപ്പൊ എത്ര പീസ് ഉണ്ടാക്കി? പേരിൽ തന്നെ ഉണ്ട് പീസ് റേറ്റ് സിസ്റ്റം. എത്ര പീസ് ഉണ്ടാക്കിയോ അതിനനുസരിച്ച് എന്ത് കൊടുക്കും? വേതനം കൊടുക്കും അല്ലെങ്കിൽ വേജ് കൊടുക്കും. ടൈം റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പൊ എത്ര സമയം എടുത്താണ് നിങ്ങൾ സോപ്പ് ഉണ്ടാക്കിയത്, ആ ടൈമിനനുസരിച്ച് കൊടുക്കുന്നതാണ് എന്ത്? ടൈം റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് പീരീഡ് ഓഫ് വർക്ക്. പീരീഡ് ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര ടൈം എടുത്തു, ആ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര ടൈം എടുത്തു, അതിനനുസരിച്ച് കൊടുക്കുന്ന വേജ് പേയ്മെന്റിന്റെ മെത്തേഡിനെ ഏത് പേരിലാണ് അറിയപ്പെടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ടൈം റേറ്റ് സിസ്റ്റം. പീരീഡ് എന്ന് പറഞ്ഞാൽ കാലയളവ്, അതും ടൈമും ഒന്നല്ലേ? അപ്പൊ ടൈം റേറ്റ് സിസ്റ്റം. ഇത് ഒരിക്കലും തെറ്റിക്കരുത്, വളരെ സിമ്പിൾ ആണ്. പല രീതിയിൽ ചോദിക്കാം. ഔട്ട്പുട്ടിനനുസരിച്ചാണെങ്കിൽ പീസ് റേറ്റും ടൈമിനനുസരിച്ചാണെങ്കിൽ ടൈം റേറ്റും. The income over expenditure shown in the income and expenditure account is termed as. Options നോക്കാം. A. Profit. B. Loss. C. Deficit. D. Surplus. Answer is option D ആണ്, സർപ്ലസ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഏത് പേരിലാണ് നമ്മൾ കാണിക്കുന്നത്? എന്താണ്? ഇൻകം കൂടുതലാണ്. ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പെൻഡിച്ചറേക്കാളിലും ഇൻകം കൂടുതലാണ്. എക്സ്പെൻഡിച്ചർ എന്താണ്? ചെലവ്. ഇൻകം വരുമാനം. അപ്പോൾ വരുമാനം എന്താണ്? ചെലവിനേക്കാൾ കൂടുതലാണെങ്കിൽ ഏത് പേരിലാണ് നമ്മൾ അവിടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കുന്നത്? സർപ്ലസ് എന്നാണ് കേട്ടോ. ഇൻകം കൂടുതലാണെങ്കിൽ സർപ്ലസ്, എക്സ്പെൻഡിച്ചർ കൂടുതലാണെങ്കിലോ ഡെഫിസിറ്റ്. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, ഇൻകം കൂടുതലാണെങ്കിൽ സർപ്ലസ്, എക്സ്പെൻഡിച്ചർ ചെലവാണ് കൂടുതലെങ്കിൽ അവിടെ എന്ത് കാണിക്കും? നമ്മൾ ഡെഫിസിറ്റ് എന്ന് കാണിക്കും. The journal entry having more than one debit or credit is called dash entry. Options നോക്കാം. A. Single entry. B. Double entry. C. Compound journal entry. D. None of these. Answer is option C ആണ്, കോമ്പൗണ്ട് ജേണൽ എൻട്രി. ഒരു ജേണൽ എൻട്രിയിൽ ഒന്നിൽ കൂടുതൽ ഡെബിറ്റോ അല്ലെങ്കിൽ ക്രെഡിറ്റോ വന്നാൽ ആ ടൈപ്പ് എൻട്രികളെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? കോമ്പൗണ്ട് ജേണൽ എൻട്രി എന്നാണ്. അതായത് ഒന്നിൽ കൂടുതൽ വരിക എന്ന് പറഞ്ഞാൽ അതിന് കോമ്പൗണ്ട് എന്നാണ് മീനിങ്. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ പെയ്ഡ് വേജസ്, പെയ്ഡ് കമ്മീഷൻ. വേജസും കൊടുത്തു, കമ്മീഷനും കൊടുത്തു. അപ്പൊ ഇവിടെ നമ്മൾ രണ്ടും കൂടെ ഒരുമിച്ച് തന്നെ എഴുതും. എന്തെഴുതും? വേജസ് അക്കൗണ്ട് അറ്റഡ് ടു കമ്മീഷൻ അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. എന്താണ്? വേജസ് കമ്മീഷൻ ടു ക്യാഷ് എന്ന് എഴുതും അല്ലേ? ഇവിടെ നമ്മൾ ഒന്നിൽ കൂടുതൽ ഡെബിറ്റ് ഇവിടെ വന്നു. ഡെബിറ്റ് എന്തൊക്കെയാ വന്നത്? വേജസും കമ്മീഷനും വന്നു. അപ്പൊ അതിനെ നമ്മൾ കോമ്പൗണ്ട് എൻട്രി എന്ന് പറയും. ഒന്നിൽ കൂടുതൽ ക്രെഡിറ്റ് വന്നാലും കോമ്പൗണ്ട് എൻട്രി എന്ന് പറയും. ഇത് രണ്ടും കൂടെ ഒന്നിൽ കൂടുതൽ വന്നാലും, ഡെബിറ്റും ക്രെഡിറ്റും ഒന്നിൽ കൂടുതൽ വന്നാലും നമ്മൾ കോമ്പൗണ്ട് എൻട്രി എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്നാൽ സിമ്പിൾ ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പം ഒരു ഡെബിറ്റോ, ഒരു ജേണൽ എൻട്രിയിൽ ഒരു ഡെബിറ്റോ അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റോ വരികയാണ്. ഇപ്പൊ വേജസ് പെയ്ഡ്, അപ്പൊ നമ്മൾ എന്ത് എഴുതും? വേജസ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ്. അതെന്താണ്? സിമ്പിൾ ജേണൽ എൻട്രി ആണ്. കമ്മീഷനും കൊടുത്തു, അപ്പൊ നമ്മൾ വേറൊരു എൻട്രി എഴുതുന്നു. എന്താ എഴുതുന്നത്? കമ്മീഷൻ അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ്. അപ്പൊ അതെന്താണ്? സിമ്പിൾ ജേണൽ എൻട്രി ആണ്. ഇവിടെയൊക്കെ ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റേ വന്നോളൂ. എന്നാൽ ഒന്നിൽ കൂടുതൽ, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് നമ്മൾ അങ്ങ് എഴുതി, വേജസ് അക്കൗണ്ട് അറ്റഡ് ടു കമ്മീഷൻ അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് എന്ന് എഴുതി. അപ്പൊ ഇത് ഒന്നിൽ കൂടുതൽ ഡെബിറ്റ് വന്നു. അപ്പൊ ആ എൻട്രി നമ്മൾ പറയുന്നത് എന്താണ്? കോമ്പൗണ്ട് ജേണൽ എൻട്രി എന്നാണ്. The amount spent on special advertisement campaign is dash expenditure. Options are A. Revenue expenditure. B. Capital expenditure. C. Deferred revenue expenditure. And D. None. Answer is option C ആണ്, deferred revenue expenditure. Deferred revenue expenditure എന്ന് പറയുന്നത് എന്താണ്?
ഒരു റവന്യൂ നേച്ചറിലുള്ള നമ്മുടെ ചെലവുകളാണ് എന്ത് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് മോർ ദാൻ വൺ അക്കൗണ്ടിങ് ഇയറിലേക്ക് ആയിരിക്കും. കാരണം ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എപ്പോഴും ഹ്യൂജ് എമൗണ്ട് വരുന്നതായിരിക്കും. അപ്പം നമ്മൾ ഫസ്റ്റ് ഇയറിൽ തന്നെ ഈ ഒരു എക്സ്പെൻഡിച്ചർ നമ്മൾ എഴുതി കളഞ്ഞാൽ നമുക്ക് അത്രത്തോളം എന്ത് വരും, നഷ്ടം വരും. അത് കാരണം പല വർഷങ്ങളിലായിട്ടായിരിക്കും കുറച്ച് കുറച്ച് എമൗണ്ട് ആയിട്ട് എന്ത് ചെയ്യുന്നത്, നമ്മൾ എഴുതി തള്ളുന്നത്. അപ്പോൾ ഇവിടെ ഹ്യൂജ് എക്സ്പെൻസസ് അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് ഓഫ് ഹൈ എമൗണ്ട്, ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമ്മൾ അഡ്വർടൈസ്മെന്റിന് ചെലവാക്കുന്ന തുക ഏത് ടൈപ്പ് എക്സ്പെൻഡിച്ചർ പെടുന്നതാണ് എന്ന് പറയുന്നത്. അഡ്വർടൈസ്മെന്റ് ഓഫ് ഹ്യൂജ് എമൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് താങ്ങാൻ പറ്റാവുന്നതിൽ നിന്നും വലുതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ അത് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് ബിസിനസ് ട്രീറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ബോത്ത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെയും റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കും. നിങ്ങളുടെ അടുത്ത് വേറൊരു ചോദ്യം ചോദിക്കുകയാണ്, വിച്ച് എക്സ്പെൻഡിച്ചർ ഷോസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബോത്ത് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് ചോദിച്ചാൽ അത് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. അപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പ്രിലിമിനറി എക്സ്പെൻസ്, ബിസിനസ് ഷിഫ്റ്റിംഗ് എക്സ്പെൻസ്, ഹെവി ലോസ് ഓൺ നോൺ ഇൻഷുർഡ് അസറ്റ്, അഡ്വർടൈസ്മെന്റ് ഓഫ് ഹ്യൂജ് എമൗണ്ട്. ഇപ്പൊ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ അതാണ്, അഡ്വർടൈസ്മെന്റ് ക്യാമ്പയിന് വേണ്ടിയിട്ട് ചിലവാക്കുന്ന എക്സ്പെൻഡിച്ചർ. ഇതെന്നൊക്കെ പറയുന്നത് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിൽ പെടുന്നതാണ്.